ലോകകപ്പുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളടങ്ങിയ അതിവിപുലമായ ശേഖരം കാണണമെങ്കിൽ കോട്ടക്കൽ കാവതികുളത്തേക്ക് വന്നോളൂ. സ്റ്റാമ്പുകൾ, ചിത്രങ്ങൾ, പത്രക്കട്ടിങ്ങുകൾ, മാസികകൾ തുടങ്ങി 1986 മുതലുള്ള ലോകകപ്പ് സംബന്ധമായ കാര്യങ്ങളെല്ലാം ഉള്ളാടശ്ശേരി റൈഹാനത്തിൻ്റെയും ഭർത്താവ് ഉള്ളാടശ്ശേരി ഷെരീഫിൻ്റെയും കയ്യിൽ ഭദ്രമായി ഇരിപ്പുണ്ട്. പലരിൽ നിന്നും വിവിധ ഇടങ്ങളിൽ നിന്നുമായി സംഘടിപ്പിച്ചതാണ് ഈ കാണുന്നതെല്ലാം. 1930 മുതലുള്ള ലോകകപ്പ് ചരിത്രരേഖകളും ഇക്കൂട്ടത്തിലുണ്ട്. പ്രൈമറി കാലം മുതൽ റൈഹാനത്തിന് കാൽപന്ത് കളിയോട് താല്പര്യമുണ്ട്. വിവാഹശേഷം ഭർത്താവിൻ്റെ പിന്തുണ കൂടി ആയതോടെ കാര്യങ്ങൾ എളുപ്പമായി. ലോകകപ്പുമായി ബന്ധപ്പെട്ട് മലയാള മനോരമയിൽ വന്ന വാർത്തകളാണ് ശേഖരത്തിൽ കൂടുതലുമുള്ളത്. 1986 ജൂൺ 1 തുടങ്ങിയ ലോകകപ്പിൻ്റെ വാർത്ത അടങ്ങിയ പത്രം മുതൽ 2022 ഇറങ്ങിയത് വരെയുണ്ട് ഇതിൽ. 1986 ഏറെ വിവാദവും ചർച്ചാ വിഷയവുമായ മറഡോണയുടെ കൈകൊണ്ടുള്ള ഗോളും ഫ്രാൻസ് ബ്രസീലിനെ പെനൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ചതും വലിയ തലക്കെട്ടോടുകൂടി വാർത്തയായതെല്ലാം കയ്യിലുണ്ട്. ബുർജാഗ, വൾഡോണ, രുഗേരി തുടങ്ങിയ സാഹസിക താരങ്ങൾ മറഡോണയെ സഹായിച്ചതിൻ്റെ വാർത്തകളും കൂട്ടത്തിലുണ്ട്. 1990 ഉദ്ഘാടന മത്സരത്തിൽ ചാമ്പ്യന്മാർക്ക് മുന്നിൽ റോജർ മില്ല തുള്ളിച്ചാടി എന്ന തലക്കെട്ടിൽ വന്ന വാർത്ത, അർജന്റീന കാമറൂണിനോട് തോറ്റത്, ഇറ്റലിയിൽ ജർമ്മനി കപ്പ് നേടിയത്, 1994 അമേരിക്കയിൽ നടന്ന മത്സരത്തിൽ 24 വർഷത്തിന് ശേഷം ബ്രസീൽ കപ്പ് സ്വന്തമാക്കിയത് തുടങ്ങിയ സംഭവങ്ങളടങ്ങിയ പത്രക്കട്ടിങ്ങുകളും ശേഖരത്തിലുണ്ട്. 1998 സിദാൻ എണ്ണം പറഞ്ഞ 2 ഗോളിൽ ബ്രസീലിൻ്റെ കഥ കഴിച്ചത്, 2002 ഏഷ്യയിലെ ഉദ്ഘാടന മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിൻ്റെ മുന്നിൽ അടിയറവ് പറഞ്ഞത്, 2006 ഇറ്റലി വാണതും സിദാൻ വീണതുമെല്ലാം ഇതിൽ വരും. 2010 നടന്ന ടിക്കി ടാക്ക സ്പെയിൻ മത്സരം, 2014 സ്വന്തം നാട്ടിൽ ബ്രസീൽ ജർമ്മനിയോട് 7-1 എന്ന സ്കോറിൽ തോറ്റത്, 2018 റഷ്യയിൽ ഫ്രാൻസ് 2ാം തവണ കിരീടം ചൂടിയത്, 2022 ബ്രസീൽ അടിയറവ് പറഞ്ഞതും അർജന്റീന സൗദിയോട് തോറ്റതുമെല്ലാം ശേഖരത്തിലുണ്ട്. 2006 മുതലുള്ള ബാലരമ ഡൈജസ്റ്റിൻ്റെ ലോകകപ്പ് പതിപ്പുകളും പുതുമയുടെ ഗന്ധം ചോരാതെ സൂക്ഷിക്കുന്നുണ്ട് റൈഹാനത്ത്. സ്റ്റാമ്പുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം സംഘടിപ്പിച്ചവയാണ്. അപൂർവ ചിത്രങ്ങളിൽ പ്രശസ്ത ഫോട്ടോഗ്രാഫർമാർ പകർത്തിയതും പെടും. കൈവശമുള്ള പുസ്തകങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ ലോകകപ്പ് ശേഖരവും ഇടയ്ക്കിടെ പൊടി തട്ടി വൃത്തിയായി നോക്കാറുണ്ടെന്ന് റൈഹാനത്ത് പറയുന്നു. 2006 മനോരമ നടത്തിയ ലോകകപ്പ് ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരുന്നു ഇവർ. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ പഠന പ്രക്രിയയുടെ ഭാഗമായി ഇവരെ വീട്ടിൽ സന്ദർശിക്കുന്നത് പതിവാണ്. പ്രവാസിയായ ഭർത്താവ് ഉള്ളാടശ്ശേരി ഷെരീഫ് നൽകുന്ന പിന്തുണയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഊർജമെന്ന് റൈഹാനത്ത് അടിവരയിട്ട് പറയുന്നു. എവിടെ നിന്ന് എന്ത് കണ്ടാലും ഭർത്താവ് കൊടുന്നത്, ഇവിടെ ഫുട്ബോളിൻ്റെ കാര്യങ്ങൾ കണ്ടാലും അവരിങ്ങനെ യാത്ര ചെയ്യണതല്ല, അവിടുന്ന് എവിടെ നിന്ന് കിട്ടിയാലും കൊടുന്നത് പൂർണ്ണ പിന്തുണയാണ്. പിന്നെ മക്കളൊക്കെ എങ്ങനെ ഇതിനോട് താല്പര്യമുള്ള ആളുകൾ തന്നെയാണോ? കുട്ടികളൊക്കെ കുട്ടികൾ 3 ഫുട്ബോളിനോട് താല്പര്യമുള്ളവർ തന്നെയാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഫുട്ബോൾ അല്ലാതെ വേറെ ഏതെങ്കിലും കായിക ഇനത്തോട്, ഇപ്പോൾ ക്രിക്കറ്റ് ഉണ്ട്, ഏറ്റവും കൂടുതൽ ആരാധന പുതുതലമുറയൊക്കെ ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് കാണാറുണ്ട്? ക്രിക്കറ്റ് ഇഷ്ടമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഈ ശേഖരത്തിൽ ഈ ശേഖരം ഒരു നല്ലൊരു ശതമാനം അവരുടെ ഒരു എഫക്ട് തന്നെയാണ്. അവർ പരിശ്രമത്തിലാണ് തന്നെയാണ് ഇത്രയും വലിയൊരു ശേഖരം. ശരിക്കും പറഞ്ഞാൽ ലോകകപ്പിൻ്റെ സമഗ്രമായൊരു ചരിത്രമാണ് അതിലുള്ളത്. ഇതുവരെയുള്ളൊരു അത്രയും മറ്റു ആധികാരികമായ വിവരങ്ങൾ ഇതിൽ എത്രത്തോളം താങ്കൾ ഒരു പങ്കുണ്ട്? ഇത് ശേഖരിച്ച് കൊടുക്കുന്നതിൽ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ട്? ശേഖരിച്ച് കൊടുക്കുന്നത് എൻ്റെ ആദ്യ പത്രത്തിൻ്റെ കട്ടിങ്ങളൊക്കെ ഞാൻ എടുത്തേക്കാറുണ്ടായിരുന്നു. പിന്നെ അവർ ഞാൻ അതാണൊരു ഇതിലുള്ളൊരു പ്രേരണ. അപ്പോൾ അത് ഒരു എടുത്തേക്കും എല്ലായിടത്തേക്കും. അന്ന് തന്നെ പത്രങ്ങളൊക്കെ സ്കൂൾ ഈ കടകളിൽ നിന്നൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുമല്ലോ. അന്ന് 86 അന്നൊന്നും പത്രം നമുക്ക് എല്ലാ വീടുകളിലൊന്നും ഉണ്ടായിരുന്നില്ല. പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ അത് ലോകകപ്പിന് വാർത്തയാവും. അതൊക്കെ എടുത്തേക്കാറുണ്ട്. പിന്നെ ഇവിടെ ഒരു കച്ചവടക്കാരുണ്ടായിരുന്നു നമ്മളെ കാദ്യകാലത്ത്. ഒരു എനിക്ക് കുറേ ബുക്ക് തന്നിരുന്നു അന്ന്. അതൊക്കെ ബുക്ക് വാങ്ങൂല നമ്മൾ. അപ്പം അത് കിട്ടിയത് ഫുള്ള് ലോകകപ്പുമായി ബന്ധപ്പെട്ട തിരിച്ചു കൊടുക്കുക അല്ല,
ലോകകപ്പുമായി ബന്ധപ്പെട്ടൊരു സംഭവമായിരുന്നു. അതാണ് അന്ന് അതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. അന്ന് തുടങ്ങി 86 തുടങ്ങിയിരുന്നു. ചെറുപ്പം മുതലേ കാൽപന്ത് കളിയോടുള്ള താല്പര്യമാണ് ഉള്ളാടശ്ശേരി ഷെരീഫിനെയും ലോകകപ്പ് ചരിത്രം ശേഖരിക്കാൻ പ്രേരിപ്പിച്ചത്. എല്ലാ പത്രങ്ങളും സ്ഥിരമായി വായിച്ചിരുന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്ന ഷെരീഫ് ഒട്ടേറെ അപൂർവ മാഗസിനുകളും സ്വന്തമാക്കി. റൈഹാനത്ത് കൂടി ജീവിതത്തിലേക്ക് കടന്നു വന്നതോടെ കൂടുതൽ താല്പര്യത്തോടെ കളക്ഷൻ തുടങ്ങി. ഇപ്പോൾ ഉള്ളൊരു താല്പര്യത്തിൽ ഈ ലോകകപ്പിനോടുള്ള ആ മത്സരങ്ങളോടുള്ള താല്പര്യത്തിൽ ഏത് ടീമിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്? നമ്മൾ 86 മുതൽ ബ്രസീലിൻ്റെ ബ്രസീലാണ്. ഭാര്യയുടെ കൂടെ തന്നെയാണ് നിങ്ങളും? 86 മുതൽ തന്നെ ബ്രസീലിൻ്റെ ആളാണ്. ബ്രസീൽ പിന്നെ കഴിഞ്ഞ പിന്നെ ഏതെങ്കിലും ടീമിനോടൊരു താല്പര്യമുണ്ടോ? രണ്ടാമതൊരു ടീം ആലോചിച്ചിട്ടില്ല. ആ ഒറ്റ ടീം തന്നെയോടെ രണ്ടാമത്തെ ടീം ഉണ്ടാവുക. കാരണം അപ്പം നമുക്ക് രണ്ടാമത്തെ ടീമിനോട് ഇതുവരെ 86 മുതലുള്ളൊരു ആരാധനയാണ്. ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ഈ ഇപ്രാവശ്യത്തെ ടൂർണമെൻറ്റിൽ മത്സരത്തിൽ 6 കപ്പ് നേടുന്നതാണ് കണക്കാക്കുന്നത്. ഇപ്രാവശ്യത്തിൽ ബമ്പന്മാർക്കൊക്കെ ഒരു പ്രതീക്ഷ കമ്മിയാണ്. ചെറുകിട ടീമുകളായിരിക്കും ഉണ്ടാകും മിക്കവാറും. വമ്പന്മാരൊക്കെ കാല് പതറാൻ സാധ്യതയുണ്ട്. 2ാം റൗണ്ടൊക്കെ ഒരു മരണ ഗ്രൂപ്പുകൾ. 2ാം റൗണ്ട് ഓരോ മത്സരമുള്ളൂ, നോക്കൗട്ട് അടിസ്ഥാനത്തിലില്ല. അപ്പോൾ എല്ലാം പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് ഒരു പുതിയ ടീം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പുതിയ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ബ്രസീൽ ചേരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദീർഘകാലമായി ഖത്തറിൽ ജോലി ചെയ്യുന്ന ഷെരീഫ് അവിടുത്തെ ഫുട്ബോൾ കമ്പത്തെക്കുറിച്ചും വാചാലനായി സംസാരിക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറത്തുള്ളതുപോലെയുള്ള ഫ്ലക്സ് യുദ്ധം ഗൾഫ് രാജ്യങ്ങളിൽ ഇല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അവിടെ ഇതുപോലെ ഈ ഫ്ലക്സ് അവിടെ ഫ്ലക്സ് ഒന്നും വെക്കാൻ പറ്റില്ല. മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ടാവുള്ളൂ. വീട്ടിലാകുമ്പോൾ റൂമിലിരുന്ന് കണ്ട്. തോന്നുന്നത് കോഴിക്കോട് പോലും ഇങ്ങനെ ഒരു യുദ്ധം ഇല്ല തോന്നുന്നുണ്ട്. മലപ്പുറത്ത് മാത്രമാണ് ഫ്ലക്സ് യുദ്ധം നടക്കുന്നത്. ഫ്ലക്സ് യുദ്ധം വെച്ചാൽ ഇത് ഈ ചെറിയ കുട്ടികളടക്കം LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കം ഫ്ലക്സ് വെക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തൊരു സംഭവം അത്രയില്ല. ലോകകപ്പ് അവസാനിക്കുന്നതിന് മുമ്പായി വിദേശത്തേക്കിന് തിരിച്ചു പോകുന്നതിനാൽ ഫൈനൽ മത്സരം അവിടെ വെച്ച് കാണാമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ഇത്തവണ ഫൈനൽ മത്സരം നടക്കുമ്പോൾ നാട്ടിലാവോ അതോ പുറത്താവാനാണ് സാധ്യത. പുറത്താവും. അവിടെ ഫൈനൽ മുമ്പ് ഇവിടുന്ന് പോകും. അപ്പോൾ ഇവിടുത്തെ ആവേശം കാണാൻ കഴിയില്ലെങ്കിലും ഗൾഫിലെ ആവേശം കാണാം. ഗൾഫിലെ ആവേശം